കർത്താവിന് മഹത്വം. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഈ ദിവസങ്ങൾ നമ്മുടെ പഠനം വിജയത്തിൽ ജീവിക്കുക. വിജയം നിങ്ങളുടെ അവകാശമാണ്. ആ വിജയം ക്രിസ്തു ക്രൂശിലൂടെ നിങ്ങൾക്ക് കൈമാറിയതാണ്. യേശുവിന് സകലത്തിന്മേലും അധികാരമുണ്ട്. അധികാരമാണ് ക്രിസ്തു തന്നെ സഭയ്ക്ക് കൈമാറിയത്. യേശു തന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഒരു പ്രധാനപ്പെട്ട സത്യം ഇപ്രകാരം പ്രസ്താവിച്ചു: സ്വർഗത്തിലെ ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. മത്തായി സുവിശേഷം 28 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അധികാരം എന്ന വാക്കിന് ഭരണാധികാരം, അധികാരം എടുക്കുക, ആധിപത്യം ഉണ്ടാവുക എന്നൊക്കെയാണ് നാം അർത്ഥം കൽപ്പിക്കുന്നത്. അപ്പോൾ യേശുവിന് സകല അധികാരവും ഉണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം പിശാചിന് ഒരധികാരവും ഇല്ല എന്നാണ്. തന്റെ കുരിശുമരണത്തിലൂടെ യേശു പിശാചിനെ സിംഹാസന ഭ്രഷ്ടനാക്കി മരണത്തിലുണ്ടായിരുന്ന അവന്റെ അധികാരത്തെ എടുത്തുമാറ്റി. അപ്പോസ്തലനായ യോഹന്നാന് പത്മോസിൽ വെച്ചുണ്ടായ സ്വർഗീയ ദർശനത്തിൽ ഇക്കാര്യം യേശു വീണ്ടും ആവർത്തിച്ച് പ്രതിപാദിക്കും. വെളിപ്പാട് പുസ്തകം 1:17-18 വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വിജയത്തിൽ ജീവിക്കാം. യേശു തന്റെ ശിഷ്യന്മാർക്കും പിശാചിനുമേലുള്ള അധികാരം നൽകി. യേശുവിന് സകല അധികാരവും ശക്തിയും ഉള്ളതുപോലെ തന്നെ തന്റെ അധികാരത്തെ എല്ലാ യുഗങ്ങളിലുള്ള ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്നു. സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് ഉടനീളം 12 പേരെ അയച്ചപ്പോഴും 70 പേരെ അയച്ചപ്പോഴും അവരോട് കർത്താവ് ആജ്ഞാപിച്ചപ്പോൾ രോഗങ്ങളുടെ മേൽ, ഭൂതങ്ങളുടെ മേൽ, വ്യാധികളുടെ മേൽ, ദീനങ്ങളുടെ മേൽ, സകലവിധമായ പിശാചിന്റെ പ്രവൃത്തികളുടെ മേൽ അവർക്ക് കർത്താവ് അധികാരം നൽകി. മർക്കോസിന്റെ സുവിശേഷം 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. മിനിസ്ട്രി റിപ്പോർട്ട്: ഭൂതങ്ങൾ കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, പൈശാചിക അധികാരങ്ങൾ ജനത്തെ വിട്ടുപോകുന്നു. ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്തെല്ലാം, യേശുവിന്റെ നാമം ഉച്ചരിക്കുന്ന സ്ഥലത്തിലെല്ലാം അത്ഭുതങ്ങളും ദൈവിക വിടുതലുകളും വീര്യപ്രവൃത്തികളും നടക്കുന്നു. കർത്താവ് അവരോട് വീണ്ടും പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷം വരുത്തുകയുമില്ല. ലൂക്കോസ് 10:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയരെ, ഒരിക്കലും പിന്മാറരുത്. നാം ദൈവകുടുംബത്തിലെ പുത്രന്മാരും പുത്രിമാരുമാണ്. നമുക്ക് യേശുവിന്റെ നാമത്തിൽ അധികാരവും അവകാശമുണ്ട്. ക്രിസ്തുവിനുള്ള ജയത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. അതികഷ്ടത്തിന്റെയും കടുത്ത പരീക്ഷകളുടെയും നാളുകൾ നേരിടുവാൻ പോകുന്നവർക്കാണ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയത്. ആ വാക്കുകൾ വളരെ അതിശക്തമാണ്, അപ്പോൾ തന്നെ പ്രായോഗികമാണ്. നിർമ്മതരായിരിക്കും, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റും നടക്കുന്നു. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. 1 പത്രോസ് 5:8-9. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അലർന്ന സിംഹം അല്ല, അലർന്ന സിംഹം എന്ന പോലെ എന്നാണ് അവിടെ പറയുന്നത്. അതിന്റെ അർത്ഥം ഒരു കടലാസ് പുലി അല്ലെങ്കിൽ ഒരു കള്ളസിംഹം സിംഹമാണെന്ന് അഭിനയിക്കുന്നു. യഥാർത്ഥത്തിൽ സിംഹം ആരാണ്? അത് യഹൂദാ ഗോത്രത്തിലെ സിംഹമായ കർത്താവായ യേശു. ആ ക്രിസ്തു എന്നിലും നാം അവനിലും അധിവസിക്കുന്നതിനാൽ നാമും അവന്റെ സിംഹ സ്വഭാവം പങ്കിടുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന നാം എല്ലാം ഒരു സിംഹം പോലെ ഭയരഹിതരായി ധൈര്യത്തോടെ അതിന്റെ രാജത്വഭാവം വെളിപ്പെടുത്തുവാൻ ഇടയാകുന്നവരായിരിക്കും. സദൃശവാക്യം 28:1. ആരും ഓടിക്കാത്ത ദുഷ്ടന്മാർ, പക്ഷേ അവർ യഹൂദാ ഗോത്രത്തിലെ സിംഹത്തോടു കൂടെ ആയിരുന്നവർ. ഇന്ന് സിംഹക്കുട്ടി ഭൂമിയിലില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും പിശാചിന്റെ ശക്തി നിങ്ങൾ നൽകരുത്. നാം എന്താണ് നിരന്തരം പറയാൻ ശ്രമിക്കുന്നത്? നാം എത്രമാത്രം അനുവദിക്കുന്നുവോ അത്രമാത്രം അധികാരമേ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ. അവന്റെ ഉദ്ദേശങ്ങൾക്കായി നമ്മുടെ മനോഭാവങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുവാനുള്ള അധികാരം അവൻ ഇപ്പോഴില്ല. എന്നാൽ നാം അനുവദിക്കുന്നിടത്തോളം നിയന്ത്രണം അവൻ ഏറ്റെടുക്കും. അപ്രകാരമാണ് ഏദനിൽ ആദാമിനെയും ഹവ്വയെയും അശക്തരാക്കി തീർത്തത്. പിശാച് നമ്മൾ പലപ്പോഴും വിതയ്ക്കുന്ന വിത്തുകൾ അനവധിയാണ്. സംശയം, ഭയം, അനുസരണക്കേട്, ദുരാഗ്രഹം, ദുഷ്കാമം, അസൂയ, നിഗളം, ദേഷ്യം, ക്രോധം, നീരസം, അത്യാർത്തി, ദ്രവ്യാഗ്രഹം, ഇങ്ങനെ മറ്റു പലതും. അതെ, ഓരോ വിത്തുകൾ നിരന്തരം അവൻ വിതച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചിലതെങ്കിലും വേരുപിടിക്കുകയും വളരുകയും ചെയ്യുന്നു. വേര് കൂടുതൽ ആഴത്തിലിറങ്ങിയാൽ ആ കളയെ പിഴുതുമാറ്റുക അത്ര എളുപ്പമല്ല. അത് മോഹങ്ങളിൽ കൂടി, കാഴ്ചയിൽ കൂടി, കേൾവിയിൽ കൂടി, അറിവിൽ കൂടി, വിചാര വികാരങ്ങളിൽ കൂടി, ബുദ്ധിപരമായ സമീപനങ്ങളിൽ കൂടി, മാനുഷികമായ ഇഷ്ടങ്ങളിൽ കൂടി, ദൈഹികപരമായ ബന്ധങ്ങളിൽ കൂടി, സ്പർശനങ്ങളിൽ കൂടി നിങ്ങളുടെ മനസ്സിനെ, ചിന്താമണ്ഡലത്തെ, മനോഭാവങ്ങളെ സ്വാധീനിക്കുവാൻ പിശാച് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി ശ്രമിക്കുമ്പോൾ അവനെതിരെ ഗർജിക്കുവാൻ, അവന്റെ അലർച്ചയ്ക്കെതിരെ ഓടുവാൻ, അവനോട് എതിർക്കുവാൻ, ചെറുത്തു നിൽക്കുവാൻ, പിശാചിന്റെ പദ്ധതികളെ ആത്മാവിൽ അതിനെ ശാസിക്കുവാൻ, സർവായുധവർഗം എടുക്കുവാൻ വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ അവനെ വിധേയപ്പെട്ടാൽ അവൻ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തും. പിന്നത്തേതിൽ അത് വേദനാജനകമായി നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വയബോധം നഷ്ടപ്പെട്ട് ദൈവാശ്രയം തീർത്തും ഇല്ലാതാക്കി നിങ്ങളെ ഒരു ജഡിക മനുഷ്യനായി, അവിടുന്ന് മ്ലേച്ഛരമായ ജീവിതത്തിന് ഉടമയായ ഒരു പ്രാകൃത വ്യക്തിത്വത്തിന് ഉടമസ്ഥരാക്കി തീർക്കുവാൻ പിശാചിന്റെ തന്ത്രങ്ങൾക്ക് ഒരിക്കലും ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് സാത്താനെതിരെ ഉറച്ചു നിൽക്കുക. സൂക്ഷ്മതയുള്ള ഒരു
വിശ്വാസി വചനം കൊണ്ട് പിശാചിന്റെ ഫോഴ്സുകൾക്കെതിരെ പ്രാർത്ഥന കൊണ്ട് ദൈവജനത്തിന്റെ ഏറ്റുപറച്ചിൽ കൊണ്ട് നിരന്തരം ആത്മാവിൽ പോരാടി പൈശാചിക സ്വാധീനങ്ങളെ ജയിക്കുവാൻ ഒരു വിശ്വാസി കർത്താവിന്റെ കൃപയിൽ ശക്തിപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ അധികാരം പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളിലൂടെ കർത്താവ് വിജയമെടുക്കും. ഗോഡ് ബ്ലസ് യു.